പോണ്ടിച്ചേരി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതുച്ചേരിയിലെ 30 നിയോജക മണ്ഡലങ്ങളിലും നടന്നുവരുന്ന വോക്ക് ഫോർ പുതുച്ചേരി എന്ന പേരിലുള്ള പദയാത്ര 28-ന് മാഹിയിലും നടക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മൂലക്കടവിൽ നിന്നും വൈകുന്നേരം 3 മണിക്ക് ആരംഭിക്കുന്ന പദയാത്ര 7 മണിക്ക് മാഹി പാറക്കൽ കടപ്പുറത്ത് സമാപിക്കും. മാഹി നിയോജക മണ്ഡലങ്ങളിൽ MLA നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിപ്പിടിച്ച് നടത്തുന്ന ഈ പദയാത്രയിൽ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും. പുതുച്ചേരി സംസ്ഥാനം ഭരിക്കുന്ന NR കോൺഗ്രസ് BJP സഖ്യം നടത്തുന്ന അഴിമതിയും സ്വജനപക്ഷപാതവും വ്യാജമരുന്ന് നിർമ്മിച്ച BJP NR കോൺഗ്രസ് നേതാക്കളെ സംരക്ഷിക്കുന്ന NDA ഭരണവും നമ്മുടെ രാജ്യത്ത് മതവിദ്വേഷവും വിഭാഗീയതയും വളർത്തുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനവും നാട്ടിൽ ക്രമസമാധാനം തകർക്കുന്ന BJP മാഫിയ കൊട്ടേഷൻ സംഘങ്ങളെക്കുറിച്ചും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് മാഹി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പദയാത്ര നടത്തുന്നതെന്ന് കോൺഗ്രസ് നേതാക്കളായ K മോഹനൻ, PP വിനോദ്, K ഹരീന്ദ്രൻ, KP രജുലേഷ്, PT ശംസുദ്ദീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ പോണ്ടിച്ചേരി സംസ്ഥാനത്ത് നമ്മുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ വോക്ക് ഫോർ പുതുച്ചേരി എന്ന് പറഞ്ഞുകൊണ്ട് പുതുച്ചേരി സംസ്ഥാനത്തെ 30 നിയോജക മണ്ഡലങ്ങളിൽ പദയാത്ര സംഘടിപ്പിച്ചിരിക്കുകയാണ്. പോണ്ടിച്ചേരിയിൽ 23 മണ്ഡലങ്ങളിലും 5 മണ്ഡലങ്ങൾ കാരിക്കാലും 1 യാനത്തും 1 മാഹിയാണ്. 23 മണ്ഡലങ്ങളിലും നടന്ന പദയാത്ര ഇന്ന് ഭരിക്കുന്ന എല്ലാ BJP സഖ്യത്തിന് എതിരെയായിട്ടുള്ള വലിയൊരു ജനവികാരത്തോടു കൂടിയാണ് ഈ പദയാത്ര ഓരോരോ സ്ഥലത്തുകൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത്രമാത്രം ജനബാഹുല്യമാണ് ഈ സംസ്ഥാനത്ത് ഈ ഒരു പദയാത്ര കൊണ്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കുന്നത് ഈ 5 വർഷക്കാലം NDA സർക്കാർ നടത്തിയിരിക്കുന്ന ജനവിരുദ്ധ നയങ്ങൾ, ജനക്ഷേമങ്ങൾ ഒട്ടുമില്ല എന്ന് തന്നെ തീർത്തു പറയാം. അതുപോലെ തന്നെ വ്യാജ മരുന്ന് ഉൽപ്പാദിപ്പിച്ചതൊക്കെ തന്നെ ഈ സംസ്ഥാനത്ത് വലിയൊരു സംഭവമായിരുന്നു. ഈ ഗവൺമെന്റിനെ കൊണ്ട് പോണ്ടിച്ചേരി സംസ്ഥാനത്ത് ജനങ്ങൾക്ക് ഒരു നേട്ടങ്ങളും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഈ സംസ്ഥാനത്തെ ജനങ്ങൾ ഒന്നടക്കം ആവശ്യപ്പെടുകയാണ്, ഈ സംസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന്. വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇന്നലകളിൽ ലഭിച്ചിരുന്ന ജനക്ഷേമ പദ്ധതികൾ ഈ സംസ്ഥാനത്ത് നിറഞ്ഞു നിൽക്കും എന്നൊരു വിശ്വാസം ജനങ്ങൾക്കുണ്ട്. അതിനു ശേഷം ജനവിരുദ്ധ നയങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഈ സർക്കാർ ഇനി വേണ്ട, ഇത്തരം സർക്കാർ ഇനി സംസ്ഥാനത്ത് പാടില്ല എന്ന ജനങ്ങളുടെ വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഈ പദയാത്ര സംഘടിപ്പിക്കുന്നത്.